സോ ഇന്ന് ഞങ്ങളുടെ കല്യാണമായിരുന്നു. എല്ലാം കളർഫുള്ളായി. രണ്ട് ഫാമിലിയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് ഞങ്ങള് സ്കൂളിലും കോളേജിലൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ട് ലാസ്റ്റ് രണ്ട് ഫാമിലിയും എല്ലാം അറിയിച്ച് ഒരുമിച്ചാണ് എല്ലാം മാരേജ് ഒക്കെ നടത്തിയത്. സോ ആള് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. ഞാൻ ചെറിയ കാര്യത്തിൽ പോലും ഇപ്പൊ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കില്ല. സോ ആ ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ടെൻഷനാവും. ഞാൻ കോളൊക്കെ എടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും ഞാൻ കട്ട് ചെയ്യും. ചിലപ്പോൾ നല്ല ദേഷ്യത്തിലായിരിക്കും സംസാരിക്കുക. എല്ലാ സിറ്റുവേഷനിലും ഒരേപോലെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുക. പിന്നെ നല്ല രീതിക്ക് എല്ലാം ഇങ്ങനെ പറയും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു തരും. അതൊക്കെ നല്ലത്. ഷീജമമ്മിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ്. സോ അമ്പലത്തിൽ വെച്ചിട്ട് കണ്ടു, വടക്കന്തരക്കാവില് വെച്ചിട്ടാണ് കണ്ടത്. കണ്ടു സംസാരിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അധികം സംസാരിക്കില്ലായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്പറൊക്കെ കിട്ടി. ഇങ്ങനെ മൂന്നായിട്ട് വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഞാനും സംസാരിക്കും. അപ്പം അങ്ങനെ സംസാരിച്ച് പിന്നെ ഡെയിലി വിളിയായി. അങ്ങനെ ആളെ ഷീജമ്മ എന്നാണ് ഞാൻ വിളിക്കുക. അമ്മനൊരു ഏട്ടനുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ അതിലാണെന്ന് എനിക്കത് അറിയില്ല. ഞാൻ അഖിൽ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ആയിരിക്കുന്നു വിചാരിച്ചു. പിന്നെ കണ്ടപ്പോഴും ഇതാണ് അഖിലയുടെ ഏട്ടൻ എന്ന് മനസ്സിലായി. പിന്നെ അങ്ങനെ പരിചയപ്പെട്ടു. അമ്മു അതെ, ആദ്യം ഞാൻ ഭയങ്കര സൈലന്റ് ആണ്, ഒന്നും മിണ്ടില്ല എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ മിണ്ടി വന്നപ്പോ ആള് കൂളാണ്. അപ്പൊ നല്ല കമ്പനിയാണ്.